പഹൽഗാം ഭീകരാക്രമണത്തിലെ അന്വേഷണം കശ്മീരിലെ വിഘടനവാദ സംഘടനകളിലേക്കും നീളുന്നു. വെടിവെപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പഹൽഗാമിലെത്തിയ ഭീകരർക്ക് പ്രാദേശിക പിന്തുണ കിട്ടിയിരുന്നുവെന്നാണ് NIA-യുടെ കണ്ടെത്തൽ. ബൈസരൻ വാലിക്ക് പുറമെ 3 ഇടങ്ങളിൽ കൂടി ആക്രമണത്തിന് ഭീകരവാദികൾ ലക്ഷ്യമിട്ടുവെന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. അമൃത്സർ അതിർത്തിയിലെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം BSF തകർത്തു. വെടിവെപ്പ് അന്വേഷണം പ്രാദേശിക നേതാക്കളിലേക്ക് എത്തുകയാണ്. കുപ്വാര, ഹദ്വാര, അനന്ത്നാഗ്, ത്രാൽ, പുൽവാമ അടക്കമുള്ള മേഖലകളിലെ ഹുറിയത്ത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തി. പ്രാദേശിക പിന്തുണയോടെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പഹൽഗാമിൽ തീവ്രവാദികൾ എത്തിയെന്നാണ് വിലയിരുത്തൽ. നിരവധി പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. 186 പേർ ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. ബൈസരൻ വാലിക്ക് പുറമെ അരു താഴ്വര, അമ്യൂസ്മെന്റ് പാർക്ക്, ബേതാബ് താഴ്വര എന്നിവിടങ്ങളിലും ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടു. പക്ഷേ സുരക്ഷ ശക്തമായതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. താഴ്വരയിൽ നിന്നും 3 സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചതിന്റെ തെളിവുകളും NIA കണ്ടെത്തി. NIA DGയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പെഹൽഗാമിലെത്തിയിട്ടുണ്ട്. പെഹൽഗാം സംഭവത്തിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സൈബർ ആക്രമണത്തിന് നീക്കം നടക്കുന്നതായും സൂചനകളുണ്ട്. ബാങ്കിംഗ്, റെയിൽവേ ഒപ്പം വിവിധ സർക്കാർ വകുപ്പുകളുടെ ഇന്റർനെറ്റ് ശൃംഖലയിൽ ഹാക്കിങ്ങിനാണ് ശ്രമം. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള ഹാക്കർമാർ ഇത്തരം ശ്രമം നടത്തുന്നതായി അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ഇതിനിടെ പഞ്ചാബിലെ അമൃത്സർ അതിർത്തിയിലെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. ഗ്രനേഡുകളും തോക്കുകളും അടക്കം ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കൊരുങ്ങവേ ലഷ്കർ ഇ തോയ്ബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ പാകിസ്ഥാൻ കൂട്ടി. നിലവിലെ സുരക്ഷയ്ക്ക് പുറമെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകളെയും ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷയ്ക്കായി നിയമിച്ചിട്ടുണ്ട്. അന്വേഷണവുമായി ഇന്ത്യയോട് സഹകരിക്കണമെന്ന് പാകിസ്ഥാനെ ഉപദേശിച്ച അമേരിക്ക ചർച്ചകളിലൂടെ 2 രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ഏത് നിമിഷവും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വശത്ത് പാക് മന്ത്രിമാർ ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ മറുവശത്ത് കൊടും ഭീകരർക്ക് സുരക്ഷയൊരുക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യ തിരയുന്ന ലഷ്കർ ഇ തയ്യബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷയാണ് പാക് സർക്കാർ വർദ്ധിപ്പിച്ചത്. നിലവിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയതിന് 46 വർഷം ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുകയാണ് ഹാഫിസ് സയ്യിദ്. ജയിലിനു പകരം വീട് തടവറയാക്കി മാറ്റിയാണ് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെയാണ് പാക് സൈന്യത്തിന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകളെ സുരക്ഷയ്ക്കായി നിയമിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പകരം ചോദിക്കുമെന്ന് ഗൂണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ സംഘാംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഹാഫിസ് സയ്യിദിന്റെ ചിത്രം സഹിതമായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലെ ഭീഷണി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചതെന്നാണ് വിവരം. ഇന്ത്യയുമായി സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പാക് ചാരസംഘടനയായ ISIയുടെ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പാക് സർക്കാർ നിയമിച്ചു. അതേസമയം ഇന്ത്യ പാക് സംഘർഷം ഒഴിവാക്കാൻ ശ്രമം തുടരുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി സംസാരിച്ച US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറാകണമെന്നും ഇന്ത്യ നടത്തുന്ന അന്വേഷണവുമായി സഹകരിക്കണമെന്നും പാക് പ്രധാനമന്ത്രിയോട് US വിദേശകാര്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു. ചർച്ചയിലൂടെ സമാധാനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സൗദി അറേബ്യയും ഖത്തറും കുവൈത്തും രംഗത്ത് വന്നു. അതിനിടെ നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ 7ാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഉറി, അക്നൂർ സെക്ടറുകളിലായിരുന്നു ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയുള്ള പാക് പ്രകോപനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുള്ള പാകിസ്ഥാൻ പൗരന്മാരെ മടക്കി അയക്കാനുള്ള തീരുമാനം ഏറെ വൈകാരിക രംഗങ്ങൾക്ക് ഇടവയ്ക്കുകയാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ ജീവിച്ചിരുന്നവർ ഉറ്റവരെ ഉപേക്ഷിച്ച് മടങ്ങുന്നത് ഭാവിയെക്കുറിച്ചുള്ള കടുത്ത ആശങ്കകളുമായാണ്. മുദ്നാസിർ അഹമ്മദ് ഷെയ്ഖ് ജമ്മു കാശ്മീർ പോലീസിൽ കോൺസ്റ്റബിൾ ആയിരുന്നു. 2022 ബാരാമുള്ളയിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തെ ശൗര്യചക്ര പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം രാജ്യത്തിന്റെ ഈ ധീരയോദ്ധാവിന്റെ മാതാവിന് രാജ്യം വിടേണ്ടി വരികയാണ്. 20 വയസ്സിൽ പാകിസ്ഥാനിൽ നിന്നെത്തി കാശ്മീർ പോലീസ് ഓഫീസറെ വിവാഹം കഴിച്ച് കഴിഞ്ഞ 45 വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്ന ഈ അമ്മ ഉറ്റവരെ എല്ലാം ഉപേക്ഷിക്കുന്ന തീരാവേദനയോടെ പാകിസ്ഥാനിലേക്ക് മടങ്ങി. जो पाकिस्तान वाले हैं उनको पार कर दो, हमारा कोई एतराज नहीं है. जो हिस्सा पीको का हमारा है POK, इनको मत तंग करें. मिली है और दिया जी अमीर शाह ने खुद दिया है. मेरे पास फोटोग्राफ है पूरी. ये हमारा सजाती है. പെഹൽഗാം സംഭവത്തെ തുടർന്ന് പാകിസ്ഥാൻ പൗരത്വമുള്ളവരെ മടക്കി അയക്കാനുള്ള തീരുമാനം ഇത്തരം നിരവധി വൈകാരിക രംഗങ്ങൾക്ക് ഇടവയ്ക്കുന്നു. കശ്മീരിലെ മെൻധാർ ഗ്രാമത്തിൽ നിന്നും
11 പേരാണ് പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോയത്. 45 വർഷത്തിലധികമായി ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ് ഇവരിലധികവും. ഉറ്റവരെ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ ഇനി എന്താകുമെന്നതാണ് പലരുടെയും ആശങ്ക. കഴിഞ്ഞ 17 വർഷമായി ഇന്ത്യയിൽ താമസിക്കുകയാണ് ഒസാമ എന്ന ഈ യുവാവ്. പരീക്ഷ എഴുതി ജോലി കാത്തിരിക്കുമ്പോഴാണ് പാകിസ്ഥാനിലേക്ക് മടങ്ങാനുള്ള സർക്കാർ നിർദ്ദേശം എത്തുന്നത്. പാകിസ്ഥാനിലെത്തിയാൽ തന്റെ ജീവിതം ഇനി എന്താകുമെന്ന ആശങ്കയിലാണ് ഈ യുവാവിന്റെ മടക്കം. मेरे इस टाइम पे जो मेरा थॉट प्रोसेस बिल्कुल काम नहीं कर रहा, मैं टोटली ब्लैंक हो गया हूँ. अभी मैं करंटली मैं परसू कर रहा हूँ अपना बैचलर्स इन कंप्यूटर साइंस. मेरा फाइनल सेमेस्टर चल रहा है. जून में मेरे एग्जाम्स थे, तो मेरे कुछ और प्लान्स थे कि एग्जाम्स खत्म करके मैं जॉब्स के लिए इंटरव्यू के लिए मैं प्रिपेयर कर रहा था. लेकिन अचानक से जब सब चीज होना, ठीक है, ये बहुत इफेक्ट करती है. तो मेरा इस टाइम थॉट प्रोसेस बिल्कुल डिस्टर्ब हो गया है. പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ താമസിക്കുന്നവരെ മടക്കി അയക്കാനുള്ള തീരുമാനം മനുഷ്യത്വപരമായി പുനഃപരിശോധിക്കണമെന്ന് കാശ്മീരിലെ രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. തീവ്രവാദത്തിനെതിരെ കടുത്ത നിലപാടെടുക്കുന്നവരാണെങ്കിലും പാകിസ്ഥാൻ പൗരത്വമെന്ന സാങ്കേതികതയാണ് ഇവർക്ക് വെല്ലുവിളിയാവുന്നത്. അട്ടാറി വാഗ അതിർത്തി വഴി 110 പേരാണ് ഇന്നലെ മാത്രം പാകിസ്ഥാനിലേക്ക് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഉദ്ഘാടനത്തിന് തലേന്നും വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലി രാഷ്ട്രീയ പാർട്ടികളുടെ തർക്കം. പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ് എന്ന അവകാശവാദം UDF ഇപ്പോഴും ഉന്നയിക്കുകയാണ്. വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞുള്ള പോസ്റ്ററുകൾ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി പതിച്ചിട്ടുണ്ട്. എല്ലാ തടസ്സങ്ങളും അതിജീവിച്ച് തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാരാണെന്നാണ് CPM-ഉം വാദിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നേരവകാശം സ്ഥാപിച്ചെടുക്കാൻ മത്സരിക്കുകയാണ് ഇടതു വലതു മുന്നണികളും BJP-യും. തുറമുഖ കമ്മീഷനിങ്ങിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. അപ്പോഴും തീരുന്നില്ല രാഷ്ട്രീയ തർക്കങ്ങൾ. തുറമുഖത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന ആവശ്യവും കോൺഗ്രസ് ശക്തമാക്കുകയാണ്. ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞുള്ള പോസ്റ്ററുകളും വിഴിഞ്ഞത്ത് നിറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് ആ കൗണ്ട് ഡൗൺ പറഞ്ഞിരിക്കുന്ന സമയമനുസരിച്ച് ഉള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു. അതേ ഫോമിലാണ് 2016 വന്ന ഈ ഗവൺമെന്റ് അത് ചെയ്തിരുന്നെങ്കിൽ 2019 ഉദ്ഘാടനം ചെയ്യായിരുന്നു. പിന്നെ എഗ്രിമെന്റ് ഉണ്ട്, ഗവൺമെന്റും അവരും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ 2017 റോഡ് കണക്ടിവിറ്റി മുഴുവൻ തീർക്കാവുന്നതാണ്. ഇത് 2025 ആരംഭിച്ചിട്ട് പോലുമില്ല. തുറമുഖ നിർമ്മാണം സ്തംഭിപ്പിച്ച സമരത്തിന് പിന്നിൽ ആരെന്ന് ജനങ്ങൾക്കറിയാമെന്ന് CPM പറയുന്നു. ക്രെഡിറ്റ് ആർക്ക് നൽകണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് പിണറായി സർക്കാർ തുറമുഖം യാഥാർത്ഥ്യമാക്കിയതെന്നാണ് ഇടതു നിലപാട്. കേരളത്തിന് 40 വർഷം വേണം ഇത് ഈ പോർട്ടിൽ നിന്നുള്ള ലാഭം കിട്ടാൻ. ഇങ്ങനൊരു കരാറ് വളരെ വിചിത്ര. അത് പറഞ്ഞിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇത് വിഴിഞ്ഞ ആവശ്യമുണ്ട്, ഇങ്ങനെയാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം അതിന്റെ മാനിഫെസ്റ്റോയിൽ 2016 മാനിഫെസ്റ്റോയിൽ വിഴിഞ്ഞത്തെ ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും വിഴിഞ്ഞം കരാറിനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞത്. അത് മുന്നോട്ട് കൊണ്ടുപോയി. ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെ ചൊല്ലിയുള്ള വിവാദവും അവസാനിക്കുന്നില്ല. ക്ഷണിച്ചുകൊണ്ടുപോകാൻ ഇത് കല്യാണമൊന്നുമല്ലല്ലോ എന്നായിരുന്നു തോമസ് ഐസക്കിന്റെ പരിഹാസം കലർന്ന മറുപടി. ക്ഷണിച്ചല്ലോ, അപ്പോ ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ട വിധത്തിലായില്ല ക്ഷണം എന്ന് ഞാൻ പറയുന്ന, ഇത് ആരുടെങ്കിലും വീട്ടിലെ കല്യാണമല്ലല്ലോ, നമ്മുടെ നാട്ടിലെ പ്രശ്നമല്ലേ. ആ വീക്ഷണത്തിൽ അതെടുത്ത് സഹകരിച്ചു പോവുകയാണ് വേണ്ടത്. അതിനിടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്രങ്ങളിൽ നൽകിയ പരസ്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയെയും പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തി. ഇന്നലെ കേന്ദ്രത്തിന്റെ പരസ്യത്തിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പൂർണ്ണമായും തടഞ്ഞിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സുരക്ഷാ ഏജൻസികളെ ആശങ്കയിലാക്കി വീണ്ടും ബോംബ് ഭീഷണി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ 3 സ്ഥലത്ത് പൈപ്പ് ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്നാണ് ഇമെയിൽ സന്ദേശം വന്നത്. രാത്രി 7:30യോടെ പ്രധാനമന്ത്രി എത്താനിരിക്കെ തിരുവനന്തപുരം നഗരം കനത്ത സുരക്ഷാ വലയത്തിലാണ്. നാളെ രാവിലെ 10:30ക്കാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്നത്.
തിരുവനന്തപുരം കോർപ്പറേഷൻ, ജില്ലാ കോടതി, CET എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ പൈപ്പ് ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി അജ്ഞാത വിലാസത്തിൽ നിന്നും അയച്ചിരിക്കുന്ന ഇമെയിൽ സന്ദേശത്തിലെ പരാമർശം. ഡിറ്റനേറ്റർ ഉപയോഗിച്ചുകൊണ്ട് 3 ഇടങ്ങളിലും സ്ഫോടനം നടത്തുമെന്നും അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിനുള്ള പ്രതികാരമാണ് കാരണമെന്നും സന്ദേശത്തിൽ പരാമർശമുണ്ട്. പോലീസും ബോംബ് സ്ക്വാഡും 3 ഇടങ്ങളിലും വ്യാപക പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി 7:30 വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രിയെ ശംഖുമുഖത്തെ എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മറ്റു മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് റോഡ് മാർഗം അദ്ദേഹം രാജ്ഭവനിലെത്തും. ശംഖുമുഖം മുതൽ രാജ്ഭവൻ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ തീർത്ത് പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതത്തിന് രാത്രി 10 മണി വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനു പുറമെ വാഹന പാർക്കിംഗും കർശനമായി നിരോധിച്ചു. പ്രധാനമന്ത്രി തങ്ങുന്ന രാജ്ഭവൻ പരിസരവും കനത്ത സുരക്ഷാ വലയത്തിലാണ്. പോലീസിന്റെയും CRPFന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറമെ SPGയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി വിഴിഞ്ഞം തുറമുഖത്തേക്ക് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലെത്തുമെന്നാണ് സൂചന. തുറമുഖത്തെ അതീവ സുരക്ഷാ മേഖലയിൽ സജ്ജമാക്കിയിരിക്കുന്ന ഹെലിപ്പാഡിലേക്ക് പാങ്ങോട് സൈനിക ക്യാമ്പിലെ ഗ്രൗണ്ടിൽ നിന്നാവും പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ പുറപ്പെടുക. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 2 സേനാ ഹെലികോപ്റ്ററുകൾ അനുഗമിക്കും. വിഴിഞ്ഞം തീരമേഖലയിൽ കോസ്റ്റ് ഗാർഡിനും മറൈൻ എൻഫോഴ്സ്മെന്റിനും പുറമെ നാവികസേനയും സുരക്ഷ ഉറപ്പാക്കും. പദ്ധതി പ്രദേശത്ത് വ്യോമ നിരീക്ഷണവും ശക്തമാക്കിയിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം മുഴുവൻ കനത്ത സുരക്ഷ നിലനിൽക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം. ത്രിതല സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഏജൻസികൾ നിർബന്ധിതരാകുന്നതും അതുകൊണ്ട് തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. RSS അനുഭാവികളായ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്തുചേരലിൽ കടുത്ത നടപടിയെടുക്കാൻ പോവുകയാണ് സർക്കാർ. സംഭവം ഗൌരവമെന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. വിവിധ റാങ്കുകളിലുള്ള 18 ഉദ്യോഗസ്ഥരെ നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു. ഫെബ്രുവരിയിൽ കുമരകത്ത് റിസോർട്ടിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഒത്തുചേരൽ. ഒരേ മനസ്സുള്ള ഞങ്ങളുടെ കൂട്ടായ്മ കോട്ടയത്ത് തുടക്കമായിരുന്നു. ഇനി വളർന്നുകൊണ്ടിരിക്കുമെന്ന അടിക്കുറിപ്പിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉദ്യോഗസ്ഥർ ചിത്രങ്ങളും പ്രചരിപ്പിച്ചു. ജയിൽ മേധാവിക്ക് ഇതിനെതിരെ പരാതികൾ ലഭിച്ചു. എന്നാൽ RSS അനുഭാവിയുടെ ഉദ്യോഗസ്ഥർ പ്രത്യേക ലക്ഷ്യത്തോടെ ഒത്തുചേർന്നു എന്നതിന് തെളിവില്ലാത്തതിനാൽ കൂടുതൽ നടപടികൾ വേണ്ടെന്നായിരുന്നു ജയിൽ വകുപ്പിന്റെ വിശദീകരണം. ഉദ്യോഗസ്ഥരുടെ ഒത്തുചേരലിൽ ചട്ടലംഘനമുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നിലവിലുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടെ ചേർന്ന കൂട്ടായ്മയായിരുന്നു. വിവിധ റാങ്കുകളിലെ ഉദ്യോഗസ്ഥർ കൂട്ടായ്മയുടെ ഭാഗമായത് അക്കാരണത്താലാണ്. ഒത്തുചേരലിന് സഹായം ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും റിപ്പോർട്ടുണ്ട്. ജയിലിൽ കഴിയുന്ന RSS പ്രവർത്തകർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ കൂട്ടായ്മയിൽ എടുത്തുവെന്നാണ് സൂചന. അതിനാൽ കൂടുതൽ ഗൗരവമുള്ള അന്വേഷണവും നടപടിയും വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ കൈതപ്രത്തെ ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ കൊലപാതകത്തിൽ ഭാര്യയ്ക്കും പങ്കുണ്ടെന്ന് പോലീസ്. രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തുമെന്ന് മിനിക്ക് അറിയാമായിരുന്നു. കൊലപാതകത്തിന് മുൻപും ശേഷവും മിനി പ്രതി സന്തോഷുമായി ഫോണിൽ സംസാരിച്ചുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. കൈതപ്രത്തെ ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ മിനി നമ്പ്യാർ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത്. രാധാകൃഷ്ണന്റെ കൊലപാതകത്തിൽ മിനിയുടെ പങ്ക് വ്യക്തമാകുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. രാധാകൃഷ്ണനെ സന്തോഷ് കൊല്ലുമെന്ന് മിനിക്ക് അറിയാമായിരുന്നു. രാധാകൃഷ്ണനെ തട്ടിക്കളയുമെന്ന് സന്തോഷ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. കൊലപാതകം നടന്ന ദിവസം മിനി മകനെ നിരന്തരം വിളിച്ചു. പണി നടക്കുന്ന വീട്ടിലേക്ക് രാധാകൃഷ്ണൻ എത്തിയോ എന്നറിയാനായിരുന്നു ഫോൺ കോളുകൾ. വിവരം സന്തോഷിന് കൈമാറി. കൊലപാതകത്തിന് മുൻപും ശേഷവും സന്തോഷുമായി മിനി ഫോണിൽ ബന്ധപ്പെട്ടു. കുറഞ്ഞ കാലയളവിൽ മിനിയും സന്തോഷും 3000-ഓളം ഫോൺ കോളുകൾ ചെയ്തിരുന്നതായും പോലീസ് പറയുന്നു. ഭർത്താവിനെ കൊല്ലുമെന്ന് സന്തോഷ് പറഞ്ഞിട്ടും പോലീസിനെയോ രാധാകൃഷ്ണനെയോ മിനി വിവരം അറിയിച്ചിരുന്നില്ല. പ്രതി സന്തോഷുമായി മിനിക്കുണ്ടായിരുന്ന സൗഹൃദം കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. അമ്മ ചക്ക മുറിക്കുന്നതിനിടെ കത്തിക്ക് മുകളിലേക്ക് വീണ് 8 വയസ്സുകാരന് ദാരുണാന്ത്യം. കാസർഗോഡ് വിദ്യാനഗറിലാണ് ഈ സംഭവം. കളിച്ചുകൊണ്ടിരുന്ന കുട്ടി കാൽ തെന്നി കത്തിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. വെള്ളൂറെടുക്ക സ്വദേശി സുലേഖയുടെ മകൻ ഹുസൈൻ ഷഹബാസ് ആണ് മരിച്ചത്. മാതാവ് ചക്ക മുറിക്കുന്നതിനിടയിൽ പലക കത്തിക്ക് മുകളിലേക്ക് വീണ് 8 വയസ്സുകാരന് ദാരുണാന്ത്യം. ബദിയെടുക്ക പിലാങ്കട്ടയിലെ ഓട്ടോ ഡ്രൈവർ അമീർ കോളാരി സുലേഖ ദമ്പതികളുടെ ഇരട്ട മക്കളിലൊരാളായ 8 വയസ്സുകാരൻ ഹുസൈൻ ഷഹബാസാണ് അതിദാരുണമായി മരണപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ സംഭവം. മാതാവിനൊപ്പം ആലമ്പാടി വെള്ളൂറെടുക്കയിലെ വീട്ടിലെത്തിയതായിരുന്നു ഹുസൈൻ ഷഹബാസ്.
മാതാവ് അടുക്കള ഭാഗത്തിരുന്ന് പലക കത്തി ഉപയോഗിച്ച് പഴുത്ത ചക്ക മുറിക്കുകയായിരുന്നു. ഇവിടേക്ക് ഓടിയെത്തിയ കുട്ടി കത്തിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. നെഞ്ചിനരികിൽ ആഴത്തിൽ മുറിവേറ്റ കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഹസൻ ഷഹബാസ് മരിച്ച ഹുസൈൻ ഷഹബാസിന്റെ ഇരട്ട സഹോദരനാണ്. ന്യൂസ് 18 കാസർഗോഡ്. ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. മെയ് 5-ന് കാസർഗോഡ് നിന്ന് രാപകൽ സമരയാത്ര തുടങ്ങുന്നതിനാലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപകൽ സമരം തുടരും. രാപകൽ സമരം 81 ദിവസം പിന്നിടുന്നു. നിരാഹാര സമരം 43-ാം ദിവസവും. ആശമാരുടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നിരാഹാര സമരം പിൻവലിക്കുന്നതെന്ന് സമരസമിതി. മാർച്ച് 20-ന് ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 43 ദിവസമാണ്. ഞങ്ങൾ അടുത്ത ഉയർന്ന ഘട്ടത്തിലേക്ക് ഈ സമരം പോവുകയാണ്. ഇവിടെ വന്ന് പിന്തുണച്ചതിന് പുറമെ കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾ ഞങ്ങളെ പിന്തുണച്ചുകൊണ്ട് അതത് ജില്ലകളിലുണ്ട്. അവരെ നേരിട്ട് കാണാനും എല്ലാ ആശാവർക്കർമാരെയും നേരിട്ട് കാണാനുമായിട്ടാണ് ഞങ്ങളിപ്പോൾ യാത്ര ഇരിക്കുന്നത്. അത് അവരെ മാത്രമല്ല, കേരളത്തിലുടനീളം ഒരു ചലനം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും യാത്ര തിരിച്ചെത്തുന്നത്. സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം തുടരും. സമരം അവസാനിപ്പിക്കാൻ പറയുന്ന സർക്കാർ സമരമുദ്രാവാക്യം കൊണ്ട് മുഖം തിരിച്ചാൽ എങ്ങനെ സമരം തീരും? ഇതാണ് ആശമാരുടെ ചോദ്യം. തൊഴിലാളി ദിന റാലിയിലും ആശാ സമരക്കാർ പങ്കെടുത്തു. നിരവധി പേർ പിന്തുണയുമായി ഇന്നും സമരപന്തലിലെത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. ആശമാരുടെ സമരത്തെ പിന്തുണയ്ക്കാതിരിക്കാൻ നിർബന്ധിക്കുന്നുവെന്ന് കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ്. ആശമാരെ നിസാര കൂലി കൊടുത്ത് ചൂഷണം ചെയ്യുകയാണെന്നാണ് തന്റെ അഭിപ്രായം. അടുത്തിടെ അത് പറയുകയും ചെയ്തു. അപ്പോഴാണ് ചാൻസലർ ആയതുകൊണ്ട് അതിന് അനുവാദമില്ലെന്ന മട്ടിൽ നിർദ്ദേശം വന്നതെന്നും പ്രമുഖ നർത്തകിയായ മല്ലിക സാരാഭായ് ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ ആരാണ് നിർദ്ദേശം നൽകിയതെന്ന് പോസ്റ്റിൽ പറയുന്നില്ല. തൃശൂരിൽ ആശമാരെ സഹായിക്കാനുള്ള ഓൺലൈൻ ക്യാമ്പയിൻ മല്ലിക സാരാഭായ് ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് ഇത്. പുലിപ്പല്ല് കേസിൽ വനം വകുപ്പിന് തിരിച്ചടി. റാപ്പർ വേടനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി. വേടന്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ലെന്നും വേടന് ജാമ്യം നൽകിയ ഉത്തരവിൽ കോടതി പറയുന്നു. വനം വകുപ്പിന്റെ നടപടികളിൽ വകുപ്പ് മന്ത്രിയടക്കം അസംതൃപ്തി പ്രകടിപ്പിച്ചതിനാൽ കേസിലെ തുടർ നടപടികൾ മന്ദഗതിയിലാകാനാണ് സാധ്യത. പുലിപ്പല്ല് കേസിൽ വനം വകുപ്പിന്റെ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയാണ് കോടതിയുടെ നിരീക്ഷണം. മൃഗവേട്ടയ്ക്കുള്ള ഗുരുതരമായ വകുപ്പുകളാണ് റാപ്പർ വേടനെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ കോടതി ഇതിനെ തള്ളുന്നു. റാപ്പർ വേടൻ പുലിയെ വേട്ടയാടിയെന്ന് വനം വകുപ്പിന് പരാതിയില്ല. വേടനെതിരെ സമാനമായ കുറ്റകൃത്യമില്ലെന്ന് കോടതിയുടെ ജാമ്യ ഉത്തരവിൽ പറയുന്നു. ഒപ്പം പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണെന്നും ഇത് നടന്നിട്ടില്ലെന്നും കോടതി പറയുന്നു. ഒരു തെളിവുമില്ലാതെയാണ് ഗുരുതര വകുപ്പുകൾ വനം വകുപ്പ് വേടനെതിരെ ചുമത്തിയതെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം വേടന് ജാമ്യം അനുവദിച്ചത്. കർശന ഉപാധികളോടെയായിരുന്നു ജാമ്യം. കേരളം വിട്ടു പോകരുതെന്നും പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നുള്ള വ്യവസ്ഥകൾ ഇതിലുണ്ട്. അതേസമയം വനംവകുപ്പ് വേടനെതിരെയുള്ള കേസിൽ അനാവശ്യ തിടുക്കം കാണിച്ചുവെന്ന പരാതി പൊതുവിൽ ഉയരുന്നുണ്ട്. വനം മന്ത്രിയും ഇതേ നിലപാടിലാണ്. കോടനാട് റേഞ്ച് ഓഫീസറിൽ നിന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ കേസിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടു. നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമാണ് കേസ് കൈകാര്യം ചെയ്തതെന്നാണ് പ്രാഥമിക വിശദീകരണമെങ്കിലും ഉദ്യോഗസ്ഥതല നടപടിക്ക് സാധ്യതയുണ്ട്. പുലിപ്പല്ല് നൽകിയ ആളെ കണ്ടെത്താനും ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള നീക്കത്തിലുമായിരുന്നു വനം വകുപ്പ്. വകുപ്പ് മന്ത്രിയടക്കം ഇക്കാര്യങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചതിനാൽ ഇനിയുള്ള നീക്കം മന്ദഗതിയിലാകാനാണ് സാധ്യത. ന്യൂസ് 18 കൊച്ചി. വനം വകുപ്പിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വേടനെതിരായ പുലിപ്പല്ല് കേസിലെ അനാവശ്യ തിടുക്കം വിമർശിക്കപ്പെടേണ്ടതാണെന്ന് MV ഗോവിന്ദൻ. കേസെടുക്കുന്നതിൽ എന്തായിരുന്നു ധൃതിയെന്ന് പരിശോധിക്കണം. ആ രീതിയിൽ ആ ചെറുപ്പക്കാരനോട് പെരുമാറരുതായിരുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്തിനാണ് എടുത്തതെന്നുള്ളത് പരിശോധിക്കപ്പെടണം. അത് ഞങ്ങൾക്ക് അതിൽ യാതൊരു തർക്കമില്ല. വേടനെ പോലെയുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഗായകൻ, ഒരു പ്രത്യേക രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരൻ, പ്രത്യേകിച്ച് ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരുമ്പോൾ അദ്ദേഹം തന്നെ പറയാറുണ്ട്, ഈ ലഹരിയും അതുപോലുള്ള കാര്യങ്ങളൊന്നും ശരിയല്ല കുട്ടികളെ, നല്ല അദ്ദേഹം തന്നെ പറയാറുണ്ട്. പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ പറയാറുണ്ട്. പണിക്കോൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി. അതാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട
സവിശേഷമായ നിലപാട്. ഗവൺമെന്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ചെറിയ ഒരു അളവിൽ മാത്രമാണ് 8-9 ആളും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അത് തെറ്റായിരുന്നു. ആ തെറ്റിന് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് ശരി. അതിന്റെ അപ്പുറം കടന്നു വന്ന നിലപാടുകളെ ഗൌരവപൂർവ്വം പരിശോധിക്കണം. ആ ചെറുപ്പക്കാരനെ തെറ്റിതിരുത്തി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ഒരു ഗായകൻ എന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിന്റെ എഴുത്തും അദ്ദേഹത്തിന്റെ സംഗീതവും അദ്ദേഹം തന്നെ ആലപിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. വലിയ രീതിയിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയുമായിട്ട് അദ്ദേഹത്തിന് മുമ്പോട്ടേക്ക് വരാൻ ഇനിയും സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഫയർഫോഴ്സ് ഡിജിപിയായി മനോജ് എബ്രഹാം ചുമതലയേറ്റു. ഫയർഫോഴ്സ് ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് സ്വീകരണം നൽകി. ഫയർഫോഴ്സിനെ ആധുനികവൽക്കരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മനോജ് എബ്രഹാം പറഞ്ഞു. പോലീസിൽ പിന്നെ എല്ലാ ഒരു പോസ്റ്റിംഗ് പ്രൊമോഷനുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. പക്ഷെ ആദ്യമായിട്ട് ഫയർഫോഴ്സിലെ DG ആയിട്ട് ചാർജ് എടുക്കുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ജോലി ചെയ്തിട്ടില്ല, കൂടുതൽ അറിവില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, ജനങ്ങളെ സേവിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഒരു വലിയ ഒരു പ്രിവിലേജ് ആയിട്ട് തന്നെ കൂട്ടുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതിനെ നല്ല രീതിയിൽ മുമ്പിലോട്ട് കൊണ്ടുപോകാനും ഇതിനെ മോഡേണൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആയിട്ട് ഇപ്പം ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അത് ആലോചിച്ചിട്ട് എങ്ങനെയൊക്കെ രീതിയിൽ നല്ല പ്രവർത്തനം ഇവിടെ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGPയായി H. വെങ്കിടേഷ് ചുമതലയേറ്റു. മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് ജിമ്മിയെയും ഭർത്തൃപിതാവ് ജോസഫിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ വൈകിട്ട് 5:30 ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജിസ്മോളുടെയും ജിമ്മിയുടെയും ജോസഫിന്റെയും ഫോൺ പരിശോധനയാണ് കേസിൽ നിർണായകമായത്. ഫോണുകളിൽ നിന്ന് ശബ്ദ സന്ദേശങ്ങൾ പോലീസ് വീണ്ടെടുക്കുകയായിരുന്നു. അപൂർവ ഭൂമിധാതുക്കളും പ്രകൃതി വിഭവങ്ങളും പങ്കിടാനുള്ള നിർണായക കരാറിൽ ഒപ്പുവെച്ച് അമേരിക്കയും യുക്രൈനും. യുദ്ധത്തിൽ യുക്രൈന് നൽകിയ സാമ്പത്തിക സൈനിക സഹായത്തിന് പ്രതിഫലമായാണ് അപൂർവ ധാതു ശേഖരത്തിലെ പങ്ക് അമേരിക്ക ആവശ്യപ്പെട്ടത്. യുക്രൈന്റെ പുനർനിർമ്മാണത്തിന് അമേരിക്ക സഹായം നൽകും. അപൂർവ ധാതു ഖനനത്തിൽ ചൈനയുടെ ആധിപത്യത്തിന് വെല്ലുവിളിയാണ് US യുക്രൈൻ കരാർ. അപൂർവ ധാതുക്കളടക്കം പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമാണ് യുക്രൈൻ. യുക്രൈന്റെ ഈ സമ്പത്തിൽ ഇനി അമേരിക്കയ്ക്കും അവകാശം. യുക്രൈന് നൽകിയ യുദ്ധസഹായത്തിന് നഷ്ടപരിഹാരം എന്ന നിലയിൽ കൂടിയാണ് ഈ കരാർ. $350 ബില്യൺ യുക്രൈന് യുദ്ധസഹായമായി നൽകിയെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ കണക്ക്. കരാറിന്റെ ഭാഗമായി യുക്രൈന്റെ പുനർനിർമ്മാണത്തിന് ഒരു സംയുക്ത നിക്ഷേപ ഫണ്ട് നിലവിൽ വന്നു. യൂറോപ്യൻ യൂണിയൻ നിർണായകമെന്ന് തിരിച്ചറിഞ്ഞ 34 ധാതുക്കളിൽ 22 എണ്ണത്തിന്റെയും വലിയ നിക്ഷേപം യുക്രൈനിലുണ്ട്. ഫെറോ അലോയ്, വിലയേറിയ നോൺ ഫെറസ് ലോഹങ്ങൾ എന്നിങ്ങനെ ചില അപൂർവ മൂലകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ ലിഥിയം ശേഖരമാണ് യുക്രൈനിലേത്, ഏതാണ്ട് 5 ലക്ഷം ടൺ. വൈദ്യുത വാഹന ബാറ്ററികളിലെയും ആണവ റിയാക്ടറുകളിലെയും പ്രധാന ഘടകമായ ഗ്രാഫൈറ്റിന്റെ ശേഖരവും യുക്രൈനിൽ സമൃദ്ധം. കരാറിലെത്തിയെങ്കിലും ഖനനം എവിടെ എങ്ങനെ വേണമെന്ന് യുക്രൈൻ തീരുമാനിക്കുമെന്ന് ഉപപ്രധാനമന്ത്രി പ്രതികരിച്ചു. സ്വതന്ത്ര പരമാധികാര യുക്രൈനായുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധതയാണ് കരാർ വ്യക്തമാക്കുന്നതെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. ഈ വർഷമാദ്യം വൈറ്റ് ഹൌസിൽ വാക്പോരിനെ തുടർന്ന് സെലൻസ്കി കരാറിൽ ഒപ്പിടാതെ മടങ്ങിയത് വലിയ ചർച്ചയായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മംഗളൂരു ആൾക്കൂട്ട കൊലപാതകത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മംഗളൂരു റൂറൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ശിവകുമാർ, ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്ര, കോൺസ്റ്റബിൾ യല്ലലിംഗ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഞായറാഴ്ചയാണ് വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫിനെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്നാരോപിച്ച് 30ഓളം വരുന്ന സംഘം തല്ലിക്കൊന്നത്. മാസപ്പടി കേസിൽ SFIOയുടെ കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ EDക്ക് ഉടൻ കിട്ടില്ല. രേഖകളുടെ പകർപ്പെടുക്കാൻ അസൗകര്യമുണ്ടെന്ന് വിചാരണ കോടതി അറിയിച്ചു. കുറ്റപത്രത്തിന്റെ പകർപ്പ് SFIO നേരത്തെ EDക്ക് നൽകിയിരുന്നു. 25,000-ൽ അധികം അനുബന്ധ പേജുകളാണ് കുറ്റപത്രത്തിനുള്ളത്. 54 ബുക്കുകളായാണ് ഇത്. അത് കോപ്പിയെടുക്കാനുള്ള സംവിധാനം തൽക്കാലം വിചാരണ കോടതിയിൽ ഇല്ല.
പത്തനംതിട്ട ഏനാത്ത് ഭർതൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏനാത്ത് ബിജീഷ് ഭവനിൽ ബിജീഷിന്റെ ഭാര്യ ലിനുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഉറങ്ങാൻ കിടന്ന യുവതിയെ രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഹൃദയാഘാതമാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലം കൊട്ടാരക്കരയിൽ വയോധികയെ ഭർത്താവ് കഴുത്തറുത്ത് കൊന്നു. ചിരട്ടക്കോണം സ്വദേശിനി 76-കാരി ഓമനമ്മയാണ് മരിച്ചത്. ഇവരുടെ ഭർത്താവ് കുട്ടപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുലർച്ചെ 6 മണിയോടെയാണ് സംഭവം. ഓമനിയമ്മയും കുട്ടപ്പനും കിടപ്പുമുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് മകനും മരുമകളും വാതിലിൽ ഏറെ നേരം തട്ടിവിളിച്ചു. വാതിൽ തുറന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടക്കുന്ന ഓമനിയമ്മയുടെ മൃതദേഹം കണ്ടത്. പോലീസ് എത്തി കുട്ടപ്പനെ കസ്റ്റഡിയിലെടുത്തു. റൂം മുഴുവനും ബ്ലഡ് കിടക്കുന്നു. അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇത് ഒരു ദുരൂഹതയുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ കൊട്ടാരം സ്റ്റേഷനിലും അതുപോലെ തന്നെ സിഐയും എസ് ഐ ഒക്കെ വിളിച്ച് വിവരം പറഞ്ഞു. ഉടൻ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓമനയമ്മയുടെ മൃതദേഹത്തിൽ കഴുത്തിന് പിന്നിലായി ആഴത്തിൽ വെട്ടേറ്റിരുന്നു. വെട്ടുകത്തിയും മുറിക്കുള്ളിൽ നിന്ന് കണ്ടെത്തി. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുട്ടപ്പൻ കുറ്റസമ്മതം നടത്തി. അതിദാരുണമായിട്ടുള്ളൊരു മരണമാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ തന്നെ നടുക്കിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. കാരണം ഇവിടെ ഏകദേശം കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് വലിയ മുറിവുണ്ട്. ഏകദേശം 5 ഇഞ്ച് താഴ്ചയിലായിട്ട് കൊടുവാളിന് അറ്റംപ്റ്റ് നടത്തിയിട്ടാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. കശുവണ്ടി തൊഴിലാളിയായിരുന്ന ഓമനയമ്മ വിരമിച്ചപ്പോൾ കിട്ടിയ പണം പലിശയ്ക്ക് കൊടുത്തതിലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് മൊഴി. ന്യൂസ് 18 കൊട്ടാരക്കര. ജാതി സെൻസസ് നടപ്പാക്കേണ്ടത് വർത്തമാനകാലത്തെ ആവശ്യമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തീരുമാനം സന്തോഷമുണ്ടാക്കുന്നതാണ്. തീരുമാനത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ സന്തോഷിക്കണം. സുതാര്യമായ ജാതി സെൻസസ് ആണ് വേണ്ടതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വളരെ ശക്തമായി ഈ ജാതി സെൻസസ് എടുക്കണമെന്നുള്ളത് വളരെ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനൊരു പക്ഷേ കീഴടങ്ങേണ്ടി വന്നു. ആ അഭിപ്രായം ശരിക്കും നടപ്പാക്കേണ്ടത് വർത്തമാനകാലത്ത് ആവശ്യമാണ്. സാധാരണഗതിയിൽ 10 കൊല്ലം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത്. ഇപ്പോൾ കൊറോണ വന്നതുകൊണ്ട് 10 കൊല്ലത്തിനുള്ളിൽ എടുത്തിട്ടില്ല. ഇപ്പോൾ എടുക്കാൻ പോകുമ്പോൾ ആ ജാതി സെൻസസ് എടുക്കുന്ന കൂട്ടത്തിൽ ജാതി കൂടെ ചേർത്ത് എടുക്കാനുള്ള ഒരു തീരുമാനം ഈ സെൻട്രൽ ഗവൺമെന്റ് എടുത്തു എങ്കിൽ അത് വളരെ സന്തോഷകരമാണ്. അത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ സന്തോഷിക്കണം. കാരണം കുറെ താമസിച്ചു പോയി എന്നുള്ളൊരു സത്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8775, പവന് 70,200. 18 ക്യാരറ്റ് ഗ്രാമിന് 7250, പവന് 58,000 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ, കിലോയ്ക്ക് 1,07,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ദിൽന ചേരും.